ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ കൂട്ടുകാർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പു ഉള്ള കാര്യം ദേവിയോട് പറഞ്ഞു. പക്ഷേ കണ്ണൻ്റെ ഉള്ളിൽ ഇത്രയും ഒരു ചതി ഉണ്ടോ എന്ന് ദേവിക്ക് ഇപ്പോഴും സംശയമാണ്. അങ്ങനെ ദേവി ഏത് നേരവും കണ്ണൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിപ്പും തുടങ്ങി. ദേവിക്കാണെങ്കിൽ ഇപ്പോൾ കണ്ണൻ്റെ കാര്യത്തിൽ എല്ലാവരും കൂടി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. കണ്ണനാണെങ്കിലോ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ ആരോടും യാതൊരു അഭിപ്രായങ്ങളും ചോദിക്കാതെ അല്ലെങ്കിൽ ആരോടും ഒന്നും പറയാതെ കൂട്ടുകാർ കയറി വന്നപ്പോഴേക്കും അവരെ വിളിച്ച് മുറിയിൽ കയറ്റി വാതിലും അടച്ചു. ഇവരൊന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് കണ്ണൻ്റെ പ്രവർത്തികൾ ഓരോന്നും കണ്ണൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു രീതിയിൽ കണ്ണൻ ഈ കാണിക്കുന്നതൊക്കെ കൂട്ടുകാർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ പോലെ. ഇപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, നീ എന്തൊക്കെയാണ് ഇവ കാണിച്ചു ഇവിടെ വെക്കുന്നത്, ഇതെല്ലാം അവർക്കല്ല ആകെ വിഷമമാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ, എൻ്റെ കുടുംബക്കാരോട് എനിക്ക് സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലെന്നൊന്നും അല്ലടാ ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഞാൻ പഴയ കണ്ണനായി അവരുടെ ലാളനയും അല്ലെങ്കിൽ സ്നേഹമൊക്കെ സ്വീകരിച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി തുടങ്ങാനുള്ള പൈസയൊന്നും കിട്ടാൻ പോകുന്നില്ല. കുറച്ച് റഫ് ആൻഡ് ടഫായിട്ട് നിന്നാൽ മാത്രമേ എന്തെങ്കിലും ഇവിടെ നിന്ന് മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം കൂട്ടുകാർ ചോദിച്ചു, നീ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കാകെ വിഷമാവില്ലേടാ, അപ്പോൾ പിന്നെ നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ, ഇപ്പം നമുക്ക് ആവശ്യം പൈസയാണ്. എൻ്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് പൈസയ്ക്കാണ്. ഏതായാലും ഞാൻ സ്നേഹത്തോടെ നിന്നാൽ എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പുള്ള പൈസ ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ട് നിന്നപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നു. അതും വലിയയിടത്ത് തന്നെ എനിക്കത് മേടിച്ചു തരും. നീ നോക്കിക്കോ, അതിന് യാതൊരു സംശയമില്ല. പിന്നെ ഈ പൈസയൊക്കെ കിട്ടിക്കഴിയുമ്പോഴുള്ള കാര്യമല്ലേ. പിന്നെ ഈ സാധനം ഇവിടെ ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ, അത് നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്കൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഈ കണ്ണൻ ഇങ്ങനെ പറയാം. അപ്പോൾ ഈ കൂട്ടുകാർ വന്നപ്പോഴേക്കും കണ്ണൻ്റെ ഉള്ളിലിരിപ്പ് പതുക്കെ അതായത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള മനസ്സിലിരിപ്പുകളൊക്കെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുക. കണ്ണൻ ഇത്രത്തോളം ആൾ മാറി അധംപതിച്ചു പോയല്ലോ എന്നുള്ളൊരു രീതിയിലേക്കാണ് നമ്മൾക്ക് പോലും ചിന്ത വരുന്നത്. അങ്ങനെ കണ്ണൻ അവിടെ ഇരുന്ന് കൂട്ടുകാരോട് പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ അഞ്ജു വീട്ടിലിരുന്ന് മുഷിഞ്ഞിട്ട് നേരെ കടയിൽ പോയി ഇങ്ങനെ ക്യാഷിലിരിക്കുക. അപ്പോൾ കടയിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ വീട്ടിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ആലോചിച്ച് വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന അഞ്ജുവിൻ്റെ മുന്നിലേക്ക് വരുന്നു നമ്മുടെ കൺമണി ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട്. അപ്പോൾ ഈ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ജ്യൂസ് നീട്ടിയ കൈ ആരുടേതാണെന്ന് അഞ്ജു ഇങ്ങനെ നോക്കിയപ്പം അത് വേറെ ആരുടെയല്ല, കൺമണിയുടേത്. കൺമണി ഇത് കുടിക്കാന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്ക് വേണ്ട കൺമണി, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഈ സമയത്ത് പട്ടിണി ഇരിക്കാനോ ദാഹിച്ചിരിക്കാനോ പാടില്ലെന്ന് കൺമണി പറഞ്ഞു. ഞാൻ പട്ടിണിക്ക് ഇരിക്കുന്നൊന്നുമില്ല, എനിക്കിപ്പോൾ വിശപ്പില്ലാഞ്ഞിട്ടാണ്, വേണ്ടാന്ന് പറഞ്ഞപ്പോൾ വിശപ്പില്ലെങ്കിലും കഴിക്കണം. ഈ സമയത്തെ വയറ് നിറയെ ഭക്ഷണം കഴിക്കണം. അതും ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, 2 പേർക്കുള്ളത് കഴിക്കണം. ഈ സമയത്ത് നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ടിരുന്നാലല്ലേ കുഞ്ഞുവാവയ്ക്കും അക്കയ്ക്കും നല്ല ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. അതിന് അക്ക ഇത് കുടിച്ചേ പറ്റൂ, കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് അങ്ങനെ കുടിപ്പിക്കുക. നീ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ശിവേട്ടൻ എനിക്ക് ഓരോന്നൊക്കെ ചെയ്തു തരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനുള്ള കാര്യങ്ങളെ അക്ക പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. പിന്നെ അക്ക പറയുന്നത് പോലെ ഞാനങ്ങനെ എനിക്കറിയാം നീ കൂടുതൽ ടെൻഷനാവുമൊന്നും വേണ്ട, നീ പറയുന്ന കാര്യങ്ങളൊക്കെ ശിവേട്ടൻ എന്നോട് പറയാറുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ജു ഇങ്ങനെ കൊച്ചിനോട് പറയാം. അപ്പോൾ കൺമണി ഇങ്ങനെ പറഞ്ഞു, അക്ക എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരുന്നാലേ കുഞ്ഞുമാവിയെ ഹാപ്പി ആയിട്ടുണ്ടാവുള്ളൂ, എപ്പോഴും സങ്കടഭാവത്തിലിരിക്കരുത്. അക്കയെ കണ്ടപ്പോഴൊക്കെ അക്കയുടെ മുഖത്ത് സങ്കടമാണ് എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം ശരി കൺമണിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ജു ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ആ ഒരു സംസാരവും കാര്യങ്ങളും അങ്ങനെ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കടയിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശങ്കരമാമ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ശങ്കരമാമ വന്നപ്പം ആഹാ മോളെ നീ ഇങ്ങ് പോന്നു എന്ന് ചോദിച്ചപ്പം അച്ഛാ ഞാനിങ്ങോട്ട് പോന്നു എന്ന് പറഞ്ഞു. ശിവൻ എന്തിയെന്ന് ചോദിച്ചപ്പം ശിവേട്ടൻ്റെ അകത്തുണ്ട്, അച്ഛൻ വാ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ശിവൻ ശങ്കരമാമയെ കണ്ടു. ശങ്കരമാമയെ കണ്ടപ്പോൾ അമ്മാമയെന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നു കേട്ടോ. എടുത്തുകൊണ്ടിരുന്ന സാധനം കൺമണിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്, അമ്മാമ എന്താ ഈ വഴിക്ക് ബാ ഇരിക്കുന്നു പറഞ്ഞ് അവിടെ വിളിച്ചിരുത്തി. ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തായി കണ്ണൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയായി ഒന്നും ഓർത്തിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ലെന്നും പറഞ്ഞ് ശങ്കരമാമ ഇങ്ങനെ ശിവനോട് പറയാം. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അമ്മാമയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ പിന്മാറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. കണ്ണൻ്റെ ഈ തീരുമാനം അല്ലെങ്കിൽ കണ്ണൻ്റെ ഈ ഒരു വാശി അത് എത്രത്തോളം ഭയാനകമാണെന്ന് മറ്റാരും പറയാതെ തന്നെ ശിവ നിനക്കറിയാവല്ലോ. അതൊക്കെ എനിക്കറിയാം അമ്മാമയെന്ന് പറയുമ്പോൾ അഞ്ജു പറഞ്ഞു, വീട്ടിലാകെ പ്രശ്നത്തിലാണ് അച്ഛാ. ദേവേച്ചിക്കാണെങ്കിലും അതുപോലെ അപ്പുവിനൊക്കെ ആണെങ്കിലും ആകെ വിഷമത്തിലാണ്. അപ്പുവിനാണെങ്കിൽ അപ്പുവിൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ടുള്ള ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അവളെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ മോളെ. അവളുടെ ജീവിതം ഇപ്പോഴും എവിടെയും എത്തിപ്പെട്ടിട്ടില്ല. ഈ കുടുംബം തല്ലി പിരിഞ്ഞു പോയാൽ
അല്ലെങ്കിൽ വീതം വെച്ച് പോയാൽ, ഭാഗം വെച്ച് പോയാൽ അവളും കുഞ്ഞും എങ്ങോട്ട് പോകുമെന്നുള്ള അവളുടെ ചിന്ത അത് ന്യായമല്ലേ എന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെയൊന്നും കുടുംബം ഭാഗം വയ്ക്കാൻ പറ്റാത്ത രീതിയിലും വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് അമ്മാമ്മ എന്നിങ്ങനെ ശിവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അമ്മാമ്മ പറഞ്ഞു, ശിവ, നീ ഈ കൂട്ടുപുര തുടങ്ങാനും ഈ കണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനുമായിട്ട് ഒരു കുടുംബത്തിൽ നിന്നും ഒരു വിഹിതവും ചോദിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ മേടിച്ചിട്ടില്ലല്ലോ. സ്വന്തം കഷ്ടപ്പാട് കൊണ്ടും സ്വന്തം അധ്വാനം കൊണ്ടും ഉണ്ടാക്കിയത് തന്നെയല്ലേ. അപ്പോൾ പിന്നെ കണ്ണൻ അതെല്ലാം കൂടെ മുഴുവനായിട്ട് വീതം വെച്ച് കൊടുക്കണമെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണെന്ന് അമ്മാമ്മ ചോദിച്ചപ്പോൾ എനിക്കങ്ങനെ മുഖത്ത് നോക്കിയൊന്നും പറയാൻ കഴിയില്ല അമ്മാമ്മേ. കാരണം വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി എനിക്ക് വേണ്ടി വല്യേട്ടൻ ചെയ്ത കാര്യങ്ങളൊക്കെ അമ്മാമ്മയ്ക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. നിനക്ക് വേണ്ടി അങ്ങനെ ചെയ്തെങ്കിൽ ആ കുടുംബം തല്ലിപ്പിരിച്ചില്ലല്ലോ നീ. അത് അതുപോലെ തന്നെ എടുത്ത് കൊടുക്കുകയല്ലേ ചെയ്തത്. മാത്രമല്ല ഇന്നും കിട്ടുന്നതിലൊരു വിഹിതം നീ നിൻ്റെ ഏട്ടത്തിയുടെ കയ്യിലേക്കൊക്കെ കൊടുക്കുന്നില്ല എന്നൊക്കെ അമ്മാമ്മ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അമ്മാമ്മ അറിയുന്നതെന്നുള്ള രീതിയിൽ ശിവൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അമ്മാമ്മ അത് പിന്നെ അവൻ്റെ ഈ ഒരു ചോദ്യവും പറച്ചിലും ഇതൊക്കെ വല്ലാണ്ട് വൈൽഡായിക്കൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് ആർക്കും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊക്കെ പരിഹാരം കണ്ടേ പറ്റുള്ളൂ. കണ്ണൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നും അല്ലെങ്കിൽ കണ്ണൻ എന്താണ് സംഭവിച്ചതെന്നുള്ളത് കണ്ടുപിടിക്കണം ശിവ. അതിനപ്പുറം മറ്റൊന്നും ഇതിനൊരു പോംവഴിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളത് ആദ്യം തേടി കണ്ടുപിടിക്കുക. കണ്ണൻ്റെ പിന്നിൽ എന്താണ്, അല്ലെങ്കിൽ കണ്ണൻ എന്താണ് സംഭവിച്ചത്. കണ്ണൻ ഇങ്ങനെയൊക്കെ പെരുമാറണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാകുമല്ലോ. ആ കാരണം എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞ് അമ്മാമ്മ ഇങ്ങനെ പറയുക. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് ബാലനും അതുപോലെ ദേവിക്കും കട്ട സപ്പോർട്ടായിട്ട് തന്നെ ശിവനോട് നിൽക്കണമെന്നും പറഞ്ഞ് അമ്മാമ്മ ഇങ്ങനെ ഇവരെ ഉപദേശിച്ചു. അത് കഴിഞ്ഞിട്ട് അഞ്ജുവിനോട് പറഞ്ഞു, മോളെ ഈ സമയത്ത് ഇതൊന്നും ഓർത്ത് നീ മനസ്സ് വിഷമിപ്പിക്കരുത്, നീ മനസ്സ് വിഷമിപ്പിക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് അങ്ങനെ അഞ്ജുവിനോടും പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ ഇവർ പറഞ്ഞിട്ട് അമ്മാമ്മ അങ്ങ് പോയി കേട്ടോ. അമ്മാമ്മ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ജുവിനോട് വീട്ടിലോട്ട് പോകുന്നുണ്ടോ എന്ന് ശിവൻ ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ പോകുന്നില്ല, ശിവനോടൊപ്പം പോകണുള്ളൂ എന്നും പറഞ്ഞ് അഞ്ജു അവിടെ തന്നെ അങ്ങനെ ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായി. ദേവി കുഞ്ഞുമായിട്ട് ഇങ്ങനെ ഉമ്മറത്തിണ്ണയിൽ അങ്ങനെ ഇരിക്കുന്നു. അവിടെ കൊച്ചിനെ വായിപ്പിക്കൽ, എഴുതിപ്പിക്കൽ, ഭക്ഷണം കൊടുക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുക. ഈ സമയത്താണ് നമ്മുടെ ബാലൻ കടയടച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത്. ബാലൻ കടയടച്ച് വീട്ടിലേക്ക് വന്നപ്പോഴും ആ വീട്ടിൽ ഒരു ആളനക്കോ ഒന്നുമില്ല, ആരുമില്ല അവിടെ. ബാലൻ കയറി വന്ന് അങ്ങനെ ഉമ്മറത്തിണ്ണയിൽ ആ ഒരു കസേരയിലിരുന്നു. എന്നിട്ട് ദേവിയോട് ചോദിച്ചു, എന്തേ ഇവിടെ ഉള്ളവരൊക്കെ എന്തേന്ന് ചോദിച്ചു. എല്ലാവരും ഇതിലേക്ക് ഉണ്ട് ബാലേട്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കണ്ണൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട്, കൂട്ടുകാരുമൊത്ത് അവനകത്ത് കയറി ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലൻ ഒന്നും വല്ലാതെ ആയിട്ടോ. അപ്പോൾ അവൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എന്നുള്ള കാര്യം ബാലന് മനസ്സിലായി. ബാലൻ എന്നിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക. അപ്പോൾ ബാലേട്ടാ, കണ്ണൻ്റെ കാര്യം എന്തായി? കണ്ണൻ്റെ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനമായോ? ഭാഗം വയ്ക്കുന്നതിനെ പറ്റി എന്തെങ്കിലും തീരുമാനിച്ചോ? എന്താ ബാലേട്ടൻ്റെ തീരുമാനം? ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേക്കും ബാലൻ കുറേ നേരം മിണ്ടാതിരുന്നു. അപ്പോൾ ഇതെന്താ ബാലേട്ട ഒന്നും മിണ്ടാത്തേ? എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു ദേവി. ഒന്നും മിണ്ടാതിരിക്കണോ എന്നും പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് വന്നേരത്തേക്കും ബാലൻ, ഇതെന്താ ഇത്? കടയിലിരുന്നാലും സ്വസ്ഥത തരില്ല, വീട്ടിലേക്ക് കയറി വന്നാലും സ്വസ്ഥത തരില്ല, ഏത് നേരവും കണ്ണൻ്റെ കാര്യം അറിയാൻ മാത്രമേ ഉള്ളൂ തനിക്ക്. ഇവിടെ വേറെ ആരും ഇല്ലേ? ഏത് നേരം കണ്ണൻ്റെ കാര്യം തന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? കുറച്ചെങ്കിലും ഒന്ന് സമാധാനം എന്താ? ഒരു കണ്ണം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി. അല്ലെങ്കിലും ബാലൻ്റെ തല പെരുത്തിരിക്കുന്ന സമയത്താണ് ദേവിക്ക് ഇത് അറിഞ്ഞേ പറ്റുള്ളൂ ദേവി ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ബാലൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചടുത്ത് നിന്ന് ഇതൊക്കെ കണ്ടിങ്ങനെ പേടിച്ചു. അപ്പോൾ കൊച്ച് ദേവിയോട് ചോദിച്ചു, എന്താ അമ്മേ, അച്ഛനെന്താ അമ്മേ ദേഷ്യപ്പെട്ടെ, അച്ഛനെന്താ അമ്മ ഇങ്ങനെ സംസാരിച്ചേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊന്നും സാരമില്ല കേട്ടോ, അച്ഛന് മനസ്സിന് വിഷമമായിട്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞതാ, മോൾ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നു. എന്നും പറഞ്ഞ് കൊച്ചിങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ ആ ഒരു സംഭവം അവിടെ അങ്ങനെ നടക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ റൂമിൽ പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കും. പക്ഷെ ബാലൻ പറഞ്ഞ കാര്യങ്ങൾ ദേവിക്ക് വല്ലാണ്ട് അങ്ങ് വിഷമായി. ദേവി ഇങ്ങനെ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബാലൻ ദേവിയോട് പോലും കയർത്ത് സംസാരിക്കുന്നത്. കാരണം അത്രത്തോളം മാനസികമായിട്ട് പിടിവിട്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ കണ്ണൻ്റെ ഉള്ളിലിരിപ്പും കൂടി ബാലൻ അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? ബാലൻ ആകെ തകർന്നു പോകില്ലേ? അങ്ങനെ ബാലൻ ഇതൊന്നും അറിയാതെ ദേവിയോട് ചൂടായി അകത്ത് പോയിരിക്കുകയാണ്. അകത്ത് പോയിരുന്നപ്പോഴത്തേക്കും കുഞ്ഞ് ഓടിച്ചെന്നു. ദേവൂട്ടി ഓടിച്ചെന്നിട്ട് ചോദിച്ചു, അച്ഛാ എന്താ അച്ഛാ പറ്റിയേ? അച്ഛൻ എന്താ സങ്കടം? അച്ഛൻ എന്താ ദേഷ്യം? അച്ഛൻ എന്തിനാ അമ്മയോട് ദേഷ്യപ്പെട്ടെ? അച്ഛൻ ദേഷ്യപ്പെട്ടത് കൊണ്ടേ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി എന്നൊക്കെ കൊച്ചു പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സങ്കടമായോ? അതൊക്കെ അമ്മയോട് അച്ഛൻ പറഞ്ഞോളാം കേട്ടോ. അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ടെ? കൊച്ചച്ഛൻ്റെ കാര്യം പറഞ്ഞിട്ടാണോ? കൊച്ചച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാ വല്ലാണ്ട് സങ്കടം. കൊച്ചച്ഛൻ്റെ കാര്യം ഓർത്തിട്ടേ അമ്മയ്ക്കും ഭയങ്കര സങ്കടം. കൊച്ചച്ഛൻ അതുപോലെ അമ്മയെയും അതുപോലെ അച്ഛനെയും വിഷമിപ്പിച്ചോ? അവനിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുക. അച്ഛനെ വേദനിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലേ അവൻ അമ്മയെ വേദനിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ആണോ അച്ഛാ?
എന്നാൽ ഒരു കാര്യം ചെയ്യുക, അച്ഛനും അമ്മയും ഇനി കൊച്ചച്ഛനോട് മിണ്ടണ്ട, അവരോട് ടച്ച് വെച്ചേരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ പറയണം. ആ ചെയ്യാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊഞ്ചിക്കുവാണ് നമ്മുടെ ബാലൻ. അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ബാലൻ അവിടെ കൊച്ചുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ദേവൂട്ടിയോട് കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മ വന്നാലേ കിടക്കുള്ളൂ എന്ന് കൊച്ചു പറഞ്ഞപ്പോൾ അമ്മ ഇപ്പോൾ വരും, മോള് കിടന്നോളാൻ പറഞ്ഞ് ബാലൻ ഇങ്ങനെ കൊച്ചിനോട് പറയാം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവി റൂമിലേക്ക് കയറി വന്നു. റൂമിലേക്ക് ദേവി കയറി വന്നപ്പോൾ മുഖമൊക്കെ എടുത്ത് പിടിച്ചാൽ വരുന്നു. ബാലൻ അങ്ങനെ പറഞ്ഞതിൻ്റെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ ചോദിച്ചു, തനിക്കെന്താ എന്നോട് ദേഷ്യമാണെന്ന് ചോദിച്ചു. ദേഷ്യമോ? എനിക്കോ? ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത്? അല്ലെങ്കിൽ തന്നെ ദേഷ്യപ്പെടാൻ നമ്മളാരാ എന്നൊക്കെ ദേവി ഇങ്ങനെ കുത്തും കൂളും വെച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എടോ താനും കൂടി ഇങ്ങനെ പറയല്ലേ, എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ, എൻ്റെ മാനസികാവസ്ഥ താനൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഒരു തലയ്ക്ക് പെരുപ്പ് തുടങ്ങിയിട്ട് ദിവസം എത്രയെന്നറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ, ബാലേട്ടന് മാത്രമാണോ തലയ്ക്ക് പെരുപ്പുള്ളത്? ഇവിടെയുള്ള വേറെ ആർക്കും ഇല്ലേ? എല്ലാവരും ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ വിഷമിച്ചല്ലേ ഈ വീട്ടിൽ കഴിയുന്നത്? ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലെന്നൊക്കെ പറയുന്ന ദേവിയോട് എല്ലാവരും ടെൻഷൻ അടിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവൻ പറഞ്ഞ തുക, അവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നോടാണ്, ആ തുക കൊടുക്കേണ്ടത് ഞാനാണ്. അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ കേട്ടതല്ലേ ദേവി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ തനിക്കും കൂടി എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നണേ എന്നൊക്കെ ചോദിച്ച് ബാലൻ ഇങ്ങനെ ദേവിയോട് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം, ഞാൻ എന്തെങ്കിലും ബാലേട്ടൻ്റെ അവസ്ഥ അറിയാതെ പെരുമാറിയിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു ദേവിയും കുറേ ഡയലോഗും കാര്യങ്ങളും ഒക്കെ അങ്ങനെ. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചെന്നിട്ട് ദേവിയോട് കണ്ണൻ്റെ കൂട്ടുകാർ വന്ന കാര്യങ്ങളൊക്കെ ബാലൻ ചോദിച്ചപ്പോൾ, നിന്നത് പോയത് ഇതൊന്നും അറിഞ്ഞില്ലെന്നുള്ള രീതിയിൽ തന്നെ ദേവി പറയാം. വന്നു, മുറിക്കകത്ത് കയറി കഥ കടച്ചു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നൊന്നും തനിക്ക് വ്യക്തമായിട്ട് അറിയില്ലെന്നുള്ള കാര്യം ഇങ്ങനെ പറയുവാണ് നമ്മുടെ ദേവി ബാലനോട്. അപ്പോൾ ഇവർ തമ്മിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ കുഞ്ഞ് ചോദിച്ച കാര്യങ്ങളെപ്പറ്റി ബാലൻ ഇങ്ങനെ ദേവിയോട് പറയുക. അപ്പോൾ കണ്ണൻ്റെ ഈ സ്വഭാവം അത് അവൾക്ക് പോലും പേടിപ്പെടുത്തുന്ന രീതിയിലാണെന്നും അവൾ പോലും ചിന്തിച്ചു തുടങ്ങി, ഇതെന്താ ഈ കൊച്ചച്ഛൻ ഇങ്ങനെ, അങ്ങനെയൊക്കെ അവൾ പലവട്ടം ചോദിച്ചു എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഇവർ തമ്മിൽ ഇങ്ങനെ ചർച്ച ചെയ്യുക. അപ്പോൾ ഇവർ തമ്മിൽ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കണ്ണൻ്റെ ഉള്ളിലിരിപ്പ്, അതായത് സാന്ത്വനം കുടുംബം തല്ലിപ്പിരിച്ച് നശിച്ച് നാമാവിശേഷമായി പോയാലും കണ്ണന് കിട്ടാനുള്ള പൈസയായിട്ടേ പോവുള്ളൂ എന്ന് കൂട്ടുകാരോട് പറയുന്നു. കണ്ണൻ്റെ ഉള്ളിലെ ആ ഒരു വൈകാരികമായ ചിന്ത അത് പുറത്തു വരുന്നു. അതുപോലെ മറ്റാർക്കും ഒരു പ്രശ്നം ഉണ്ടാകാതെ കണ്ണന് വേണ്ടി പൈസ സംഘടിപ്പിക്കാനായിട്ട് പാവം നമ്മുടെ ശിവൻ ഓരോ വഴികൾ തേടിക്കൊണ്ട് നടക്കുന്നു. അപ്പോഴും ഹരിയുടെയും അപ്പുവിൻ്റെയും ജീവിതം വഴി ആധാരമാകാതിരിക്കാനാണ് നമ്മുടെ ശിവൻ നോക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശിവൻ ഈ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. എല്ലാവരും സാന്ത്വനം വീതം വെക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പം ശങ്കരമാമയാണെങ്കിലും ഒക്കെ അവരുടെ മക്കളും വഴിയാധാരമായി പോകുമെന്നുള്ള ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഇവരെ പിന്തിരിപ്പിക്കാനുള്ള പരിശ്രമങ്ങളായിട്ട് അവരങ്ങനെ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു വിഷയത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കഥ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.